നമസ്കാരം, ഞാൻ പ്രവേശന നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഏപ്രിൽ മാസത്തിലെ പുണർതം, കാല്, പൂയം, ആയില്യം, കർക്കിടകക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും. നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം. അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം. എന്തായാലും കർക്കിടകക്കൂറുകാർക്ക് ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ 14-ാം തീയതി വരെ സൂര്യൻ 9-ലാണ് നിൽക്കുന്നത്. 9-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും 14-ാം തീയതിക്ക് ശേഷം 10-ലേക്ക് വരുന്ന സൂര്യൻ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 14-ാം തീയതി വരെ 9-ൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളുടെ കുറവിനെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ളതായിട്ടുള്ള കാര്യമല്ല. നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ട്. ആ അഭിമാനത്തിന് ഹാനി വന്നു ചേരുന്ന ഒരു ഫലമാണല്ലോ അപമാനം. നമുക്ക് പല കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക. പഞ്ചാക്ഷര നാമവും ജപിക്കുക. 14-ാം തീയതിക്ക് ശേഷം 10-ലേക്ക് വരുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു. ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ ഓരോ ഫലങ്ങളാണല്ലോ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 10-ൽ സൂര്യൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടവും വിജയം വന്നു ചേരുക. ഏത് കാര്യങ്ങളൊക്കെ ഇറങ്ങി പുറപ്പെട്ടാലും വളരെ നല്ല രീതിയിലുള്ള നല്ല ഫലം നമുക്ക് അനുഭവത്തിയായിട്ട് വരിക, വിജയം വന്നു ചേരുക, കർമ്മസിദ്ധി വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവത്തിയായിട്ട് വരിക. അപ്പോൾ പ്രത്യേകിച്ചും ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവമാണ് 10-ാം ഭാവം. അതുകൊണ്ട് തന്നെ ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവരാഗ്രഹിക്കുന്നതായിട്ടുള്ള ആ ജോലി വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ജോലി സംബന്ധമായിട്ട് അരിഷ്ടതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്ന നല്ല ഫലത്തെയാണ് 10-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഏപ്രിൽ 3-ാം തീയതി വരെ 12-ലാണ് ചൊവ്വ. അതിനുശേഷം ജന്മത്തിലേക്ക് വരും. 12-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാഹനം ഉപയോഗിക്കുന്നവർ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒട്ടും വിചാരിക്കാതെ തന്നെ അനാവശ്യമായിട്ട് പണത്തിന് ചെലവ് വന്നു ചേരുക നമ്മൾ ആരും ആഗ്രഹിക്കുന്ന ഫലമല്ല. അതേപോലെ തന്നെ ജന്മത്തിലേക്ക് വരുമ്പോഴും കാര്യഭംഗം വന്നു ചേരുക. അപ്പൊ ഈ രണ്ട് ഫലങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാൻ പാടില്ല അല്ലെ. അപ്പൊ ആ രണ്ട് ഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയാണ് ആരാധിക്കേണ്ടത്. നമുക്കറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളി സ്തോത്രങ്ങൾ ജപിക്കുക. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ മോശഫലമൊന്നും നമ്മളിലേക്ക് വന്നു ചേരില്ല. പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ചൊവ്വ ജന്മത്തിലായാലും 12-ലായാലും മോശഫലമാണ് ചന്ദ്രാൽ പറയുന്നത്. പക്ഷെ ഈ മോശഫലങ്ങളെ നമുക്ക് തന്നെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. നാമസങ്കീർത്തനമെസ്യ സർവ്വപാപത്രനാശനം അല്ലേ. എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ഫലമാണ് നാമസങ്കീർത്തനം. അതേപോലെ തന്നെ 9-ൽ നിൽക്കുന്ന ബുധനും രോഗദുരിതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും 11-ൽ നിൽക്കുന്ന വ്യാഴമാണ് കർക്കിടകക്കൂറുകാർക്ക് ഏറ്റവും വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നത്. ഈശ്വരാധീനമുള്ള കാലയളവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം വ്യാഴം അനുകൂലമായിട്ടുള്ള സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ പൊതുവെ എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവുന്ന പറയുക. വ്യാഴം 11-ൽ നിൽക്കുമ്പോൾ ഇഷ്ടകാര്യ ലാഭം, സ്ഥാനാന്തര പ്രാപ്തി. നമ്മൾ ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് വന്നു ചേരുന്ന കാലയളവ്. സ്ഥാനാന്തര പ്രാപ്തി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണെങ്കിൽ പോലും അത്രയൊന്നും ഇല്ല എങ്കിൽ പോലും വ്യാഴം 11-ൽ നിൽക്കുമ്പോൾ നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവും. അപ്പൊ ജോലി സംബന്ധമായിട്ട് പ്രൊമോഷൻ വന്നു ചേരുക. കുറച്ചു കാലമായി കർക്കിടകക്കൂറുകാർക്ക് വ്യാഴം 11-ലായിട്ട് ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ ശുക്രൻ നിൽക്കുന്നതും കർക്കിടകക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളുടെ വർധനവുണ്ടാവുക. നേരത്തെ 9-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ഈ ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള മോശഫലമായിരുന്നു. പക്ഷെ 9-ൽ നിൽക്കുന്നതായിട്ടുള്ള ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലമാണ്. ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. എന്തായാലും ശുക്രൻ 9-ൽ നിൽക്കുമ്പോൾ വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളുടെ വർധനവുണ്ടാവുക. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക. ധനലാഭം ഉണ്ടാവുക. ധർമ്മകാര്യ സിദ്ധി ഉണ്ടാവുക. ഈശ്വര വിശ്വാസമുള്ളവർക്ക് അവരവരുടേതായിട്ടുള്ള സൽക്കർമ്മങ്ങളും ആരാധനാലയങ്ങളിൽ പോകുന്നതൊക്കെ ഇഷ്ടമായിട്ട് വരിക, പോവാനായിട്ട് തോന്നുക, പോവുക. അപ്പൊ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ ശുക്രൻ നിൽക്കുന്നത് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ ശനിമാറ്റത്തോടു കൂടി 9-ലേക്ക് ശനി വന്നു.
കുറച്ചു കാലം മുന്നേ 8-ലായിരുന്നു ശനി, ഏറ്റവും മോശമായിട്ടുള്ള ഫലമാണ്. പക്ഷെ 9-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ടും അത്ര നല്ല ഫലത്തെയല്ല എങ്കിൽ പോലും, അതായത് 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള അത്രയൊന്നും അതിന്റെ 1% പോലും വരില്ല. ഈ 9-ൽ നിൽക്കുമ്പോൾ പറയുന്നതായിട്ടുള്ള മോശഫലമാണ് എങ്കിൽ പോലും 9-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ഭാഗ്യസ്ഥാനമാണ്, നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾക്ക് കുറവ് വന്നു ചേരുക. അപ്പോൾ 9-ൽ ശുക്രൻ നിൽക്കുമ്പോൾ സ്വധർമാചരണങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് തോന്നിക്കുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ശനിയെ കൊണ്ട് സ്വധർമാചരണങ്ങൾക്ക് വിഘ്നങ്ങൾ വന്നു ചേരുന്ന ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചെയ്യാനായിട്ട് തോന്നുകയില്ല. അപ്പൊ ശുക്രനെ കൊണ്ട് നമുക്ക് ക്ഷേത്രങ്ങളിലും ഒക്കെ പോവാനായിട്ട് തോന്നും, ശനി അത് തോന്നിക്കാതെ ഇരിക്കും. എന്തായാലും നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ഭാഗ്യങ്ങൾ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ശനൈശ്വരായ നമഃ എന്നുള്ള നാമം ജപിക്കുക. അപ്പൊ കർക്കിടകക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളും വളരെ നല്ല സ്ഥാനത്താണ്, പല ഗ്രഹങ്ങളും കുറച്ച് മോശ സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നോക്കുമ്പോൾ നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും. അപ്പൊ മോശഫലങ്ങളെ നോക്കി നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനാവില്ല. അപ്പോൾ നാളെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? അപ്പൊ ആത്മവിശ്വാസം വന്നു ചേരാൻ, ഊർജ്ജസ്വലത വന്നു ചേരാൻ വേണ്ടി പറയുന്നത്, നമ്മൾ ചെയ്തതായിട്ടുള്ള എല്ലാ പൂർത്തീകരിക്കപ്പെട്ടതായിട്ടുള്ള ജോലികളും, അതായത് കംപ്ലീറ്റ് ചെയ്തതായിട്ടുള്ള എല്ലാ ജോലികളും നമ്മളിലേക്ക് കൂടുതൽ ഊർജ്ജസ്വലത, ആത്മവിശ്വാസത്തെ വളർത്തുന്ന പറയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് നാളെ 10 കാര്യങ്ങൾ ചെയ്യാനുണ്ട്, 10 ജോലി ചെയ്യാനുണ്ട്. നമ്മൾ നാളെ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഈ 10 ജോലികളും ചെയ്തു എന്ന് വിചാരിക്കുക, ചെയ്തു തീർക്കുവാനായിട്ട് സാധിച്ചു എന്ന് വിചാരിക്കുക. നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ സന്തോഷമല്ലേ ഉണ്ടാവുക? പിറ്റേ ദിവസത്തേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഊർജ്ജസ്വലത, ആത്മവിശ്വാസം വർദ്ധിക്കുകയല്ലേ നമുക്ക് ചെയ്യുന്നത്. നേരെ തിരിച്ചോ, നമുക്ക് നാളെ 10 കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിൽ 3 കാര്യങ്ങളെ ചെയ്യാൻ സാധിച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പോകുമ്പോൾ ആകെ അസ്വസ്ഥതയല്ലേ ഉണ്ടാവുക. അത് ചെയ്തില്ലല്ലോ, അത് ചെയ്തില്ലല്ലോ, ആ ജോലി ചെയ്യാൻ സാധിച്ചില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നാളെ ചെയ്യേണ്ടി വരുമല്ലോ, നാളെ വേറെ കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്, മറ്റന്നാൾ വേറെ കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ പൂർത്തീകരിക്കപ്പെട്ടതായിട്ടുള്ള ജോലി നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടാക്കുമെങ്കിൽ പോലും നമുക്ക് വീണ്ടും വരുന്ന ദിവസങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുക ചെയ്യുക. യാതൊരു സംശയമില്ല അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ എന്നെ ശ്രദ്ധിക്കുന്നവർ എന്തായാലും പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ അന്നന്ന് ചെയ്തു തീർക്കുന്നതായിട്ടുള്ള ജോലിയെല്ലാം വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ആത്മാർത്ഥതയോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലം വന്നു ചേരും. നല്ല ഫലം നമുക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആത്മവിശ്വാസം ഉയർത്തും, നമുക്ക് ഊർജ്ജസ്വലത വന്നു ചേരും. നമുക്ക് എല്ലാവർക്കും ഊർജ്ജസ്വലതയാണ് വേണ്ടത്, ആത്മവിശ്വാസമാണ് വേണ്ടത്. ആ ആത്മവിശ്വാസത്തിലൂടെ തന്നെ നമുക്ക് ജീവിത വിജയം വരിക്കുവാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്, ആരും പരാജയപ്പെടാനായിട്ട് ആരും ആഗ്രഹിക്കില്ല. അപ്പൊ എത്ര കൂടുതൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ പോലും നമുക്ക് ക്ഷീണമല്ല, ആത്മവിശ്വാസമാണ് വരുന്നത് അല്ലെ? അപ്പോൾ എന്നെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും ആത്മവിശ്വാസം ഉണ്ടാവട്ടെ, ഊർജ്ജസ്വലത വന്നു ചേരട്ടെ, എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹവും വന്നു ചേരട്ടെ. എന്തായാലും അന്നന്ന് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ജോലികൾ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ നിങ്ങളുടെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറ് നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.